തനിച്ചു കുളത്തിലേക്ക് കാലിട്ടിരിക്കുന്ന ആമിയെ കണ്ടതും അയാൾ തൻ്റെ മൊബൈലിലുള്ള ഫോട്ടോയിലേക്ക് നോക്കി. അതിൽ യാദവിനോടൊപ്പം നിൽക്കുന്ന ആമിയുടെ ചിത്രം കണ്ടതും അയാളുടെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി. ഉടനെ അയാളുടെ ഫോണിലേക്ക് സുൽത്താൻ എന്നുള്ള നമ്പറിൽ നിന്നൊരു കോള് വന്നിരുന്നു. ഫോൺ എടുത്ത് ചെവിയോട് ചേർക്കുന്നതിനോടൊപ്പം മറുപുറത്തു നിന്ന് സുൽത്താൻ്റെ ശബ്ദമുയർന്നു. അവളെ കൊല്ലണ്ട, പക്ഷേ ആ വയറ്റിൽ കുരുത്തതിനെ ഇല്ലാതാക്കിയേക്ക്. അവൻ്റെ രക്തം ഈ ഭൂമിയിൽ ജനിക്കരുത്. അത് പറയുമ്പോൾ സുൽത്താൻ്റെ മനസ്സ് രക്തം വാർന്നു കിടക്കുന്ന രണ്ട് മൃദുശരീരമായിരുന്നു. രത്നവേൽ ഗൗഡയുടെയും അയാളുടെ മൂത്ത മകൻ രാജേന്ദ്ര ഗൗഡയുടേതും. ശരി സർ, ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയിരിക്കും. മറുപടിയായി അത് മാത്രം പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ വെച്ചു. വീണ്ടും അയാളുടെ ശ്രദ്ധ ആമിയിലേക്ക് നീണ്ടു. മറ്റേതോ ലോകത്തെന്ന പോലെ സ്വപ്നം കാണുവാണവൾ. ഇതുതന്നെ പറ്റിയ അവസരമെന്ന് അയാൾക്ക് തോന്നി. ശബ്ദമുണ്ടാക്കാതെ പതിയെ ആമിയുടെ അടുത്തേക്ക് നടന്നു. എന്നാൽ അപ്പോഴാണ് ആരോ അങ്ങോട്ടേക്ക് നടന്നു വരുന്നതിൻ്റെ ശബ്ദം അയാളുടെ കാതിലേക്ക് പതിച്ചത്. ആമിയുടെ അടുത്തേക്ക് നീങ്ങിയ അയാളുടെ കാലുകൾ അതോടെ നിശ്ചലമായി. ആ ശബ്ദം തൻ്റെ അടുത്തേക്കെത്തി എന്ന് മനസ്സിലായതും ആമിയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയതിനു ശേഷം അയാൾ അമ്പലക്കുളത്തിൻ്റെ പുറത്തേക്കുള്ള മറ്റൊരു വഴിയിലേക്ക് പോയി. ആമിയെ കാണാത്തതിൻ്റെ പേടിയും ടെൻഷനും യാദവിൽ ഓരോ സെക്കൻഡ് കഴിയും തോറും ഉയർന്നുകൊണ്ടിരുന്നു. അമ്പലത്തിൻ്റെ ഓരോ മുക്കുമൂലയും ആമിയെ തിരയുമ്പോൾ യാദവിൻ്റെ ഉള്ളു നിറയെ അവളെ ഒന്ന് കണ്ടു കിട്ടിയാൽ മതിയെന്നായിരുന്നു. പെട്ടെന്നുള്ള ഉൾപ്രേരണയിൽ അമ്പലത്തിൻ്റെ കുളത്തിനടുത്തേക്ക് പോകുമ്പോൾ ആമി അവിടെ ഉണ്ടാവണേന്ന് മാത്രമായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. കാലുകളിൽ ചക്രം വെച്ച് കെട്ടിയതുപോലെ യാദവിൻ്റെ കാല അമ്പലക്കുളത്തിലേക്ക് നീങ്ങുമ്പോൾ അവൻ്റെ ആ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എന്നാൽ കുളത്തിലേക്ക് കാലിട്ടിരിക്കുന്ന ആമിയെ അവിടെ കണ്ടതും അതുവരെ ഉയർന്നു നിന്ന തൻ്റെ ഹൃദയമിടിപ്പ് പതിയെ ശാന്തമാകുന്നത് അവൻ അറിഞ്ഞു. അവൻ്റെ മുഖത്ത് ആശ്വാസം നിറയുന്നതിനോടൊപ്പം തന്നോട് പറയാതെ പോയ ആമിയോട് ദേഷ്യവും അതുപോലെ തോന്നി. കണ്ണുകൾ അടച്ചൊന്ന് ശ്വാസം എടുത്തതിനു ശേഷം യാദവ് ആമിയുടെ അടുത്തേക്ക് പോയി. ആമി, ഗൗരവത്തോടെയുള്ള അവൻ്റെ ശബ്ദം അവിടെ ഉയർന്നതും അതുവരെ കുളത്തിൽ കാലിട്ടുകൊണ്ടിരിക്കുന്ന ആമി ഒരു നിമിഷം ഞെട്ടി പുറകോട്ട് തിരിഞ്ഞു നോക്കി. അവിടെ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ദേഷ്യത്തോടു കൂടി അവളെ തന്നെ നോക്കി നിൽക്കുന്ന യാദവിനെ കണ്ടതും ആമി പതിയെ കുളക്കടവിൽ നിന്നും എഴുന്നേറ്റു. അപ്പോഴേക്കും അവൻ പാഞ്ഞു അവളുടെ അടുത്തേക്ക് വന്നു നിന്നിരുന്നു. ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് ആ കൈ പിടിച്ച് തന്നോട് വലിച്ചു ചേർത്തിരുന്നു അവൻ. ആദ്യത്തെ പകപ്പ് മാറിയതും ആമി അവനിൽ നിന്ന് കുതറി മാറാൻ തുടങ്ങി. അവൻ്റെ ഗന്ധം അവളെ അസ്വസ്ഥമാക്കി. അവൻ്റെ ശരീരത്തിൻ്റെ സാമീപ്യം അവളിൽ വല്ലാത്തൊരനിഷ്ടം സൃഷ്ടിച്ചു. അവളുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. എന്നെ വിട് എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ തന്നിൽ നിന്ന് കുതിർന്ന ആമിയെ അവനൊന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ചു. ആരോട് ചോദിച്ചിട്ടാ നീ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത്? അവളെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ അതിലുപരി ദേഷ്യത്തോടെ തന്നോട് ചോദിക്കുന്ന യാദവിനെ കാണി അവളുടെ ദേഷ്യവും കൂടി. ഞാനെന്താ നിങ്ങളുടെ അടിമയാണോ? ഒന്ന് ശ്വാസം വിടാൻ പോലും എനിക്ക് നിങ്ങളുടെ അനുവാദം വാങ്ങണമെന്നാണോ? അതിന് ഞാനെന്താ നിങ്ങളുടെ അടിമയാണോ? അവനോട് കയർക്കുമ്പോൾ അവൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. എന്നാൽ അവളുടെ ആ ഭാവം അവൻ്റെ ദേഷ്യത്തെ കൂട്ടുകയാണ് ചെയ്തത്. അതെ, വേണം. എൻ്റെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായി എൻ്റെ കയ്യിലേക്ക് വരുന്നത് വരെ നീ എൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. അത് എൻ്റെ കുഞ്ഞുങ്ങളോടും അവരുടെ അമ്മയോടുമുള്ള എൻ്റെ കരുതൽ തന്നെയാണ്. അതിൽ നിനക്ക് എങ്ങനെ വേണമെങ്കിലും കരുതാം. അത് എന്നെ ഒരിക്കലും ബാധിക്കില്ല. അവളെ നോക്കി ഗൗരവത്തോടെ പറയുന്ന യാദവിൻ്റെ വാക്കുകളിൽ അവളൊന്ന് പതറിയെങ്കിലും അവൻ്റെ മുൻപിൽ തോറ്റുകൊടുക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനോടുള്ള സകല ദേഷ്യവും അവളുടെ മുഖത്ത് പ്രതിഫലിച്ചുകൊണ്ട് ആമി അലറി. എന്നെ വിട്. അവനിൽ നിന്ന് കുതിരക്കൊണ്ട് അലറുന്ന ആമിയെ യാദവ് ഗൗരവത്തിൽ നോക്കി നിന്നു. എന്നാൽ അപ്പോഴും അവളുടെ മനസ്സിൽ അവൻ പറഞ്ഞ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളോടും അവരുടെ അമ്മയോടുമുള്ള കരുതൽ. അവനെ നോക്കി അത് പറയുന്നതിനോടൊപ്പം അവനെ നോക്കി ആമിയൊന്ന് പുച്ഛിച്ചു. അവളുടെ മുഖത്ത് വിരിയുന്ന പുച്ഛഭാവം കാണി യാദവ് തൻ്റെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു. എന്നാൽ അവനെ നോക്കി ആമി സംസാരിച്ചു തുടങ്ങി. നിങ്ങൾക്ക് നാണമില്ലേ എന്നോടിത് പറയാൻ? എന്ത് കരുതലാണ് നിങ്ങൾക്ക് എന്നോട് കാണിച്ചിട്ടുള്ളത്? എൻ്റെ അച്ഛനോടുള്ള പകയുടെ പേരിൽ എന്നെ നിങ്ങൾ കടിച്ചു കീറിയപ്പോൾ ഒരിറ്റു ദയയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുൻപിൽ യാചിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ടും അല്പം പോലും മനസാക്ഷിയില്ലാതെ എന്നെ കടിച്ചു കീറിയ നിങ്ങൾക്ക് പറയാൻ യോഗ്യത പോലും ഇല്ലാത്ത വാക്കാണിത്. എന്നിട്ടിപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവിടെ എൻ്റെ അച്ഛനോടും അമ്മയോടും ഉള്ള പകയെല്ലാം നിങ്ങൾ മറന്നു. എൻ്റെ അച്ഛൻ കാരണം നിങ്ങൾ അനുഭവിച്ച വേദന, നിങ്ങളുടെ ശത്രുവിൻ്റെ മകളായി ഞാൻ അതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങളുടെ കുഞ്ഞ് മാത്രമാണ് നിങ്ങളുടെ മനസ്സ് നിറയെ. അല്ലാതെ ഒരിക്കലും നിങ്ങൾ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എൻ്റെ വേദനകളെക്കുറിച്ചോ എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചോ നിങ്ങൾക്കറിയണ്ട.
എവിടെയും നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ സ്വാർത്ഥത, അതുമാത്രം. അവിടെ ഞാനെന്ന മകളെ, സ്ത്രീയെ, ഭാര്യയെ അല്ലെങ്കിൽ അമ്മയെ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല, ഒരിക്കലും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടില്ല. എന്നിട്ട് കരുതൽ. പുച്ഛത്തിൽ ആമിയുടെ മുഖമൊന്ന് കോടി. എന്നാൽ അന്ന് ആദ്യമായി ആമിയുടെ വാക്കുകൾ യാദവിൻ്റെ ഹൃദയത്തിലേക്ക് സ്പർശിച്ചു. എന്നാൽ ആമിയുടെ മനസ്സ് നിറയെ അവളുടെ വേദനയും അപമാനവും നഷ്ടങ്ങളുമായിരുന്നു. നിറഞ്ഞൊഴുകുന്ന തൻ്റെ കണ്ണുനീരിനെ വകവയ്ക്കാതെ അവൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ രാത്രി ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടി ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്നെ വേദനിപ്പിച്ചിരുന്നെങ്കിൽ പോലും ഈ താലിയോടുള്ള ബഹുമാനത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അതിൻ്റെ പവിത്രയെ മാനിച്ചുകൊണ്ട്, എൻ്റെ അച്ഛൻ്റെ ചെയ്ത തെറ്റുകൾ പ്രായശ്ചിത്തം ആയി നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ആ താലി മാത്രം കഴുത്തിലണിഞ്ഞ് ജീവിച്ച് തീർക്കുമായിരുന്നു ഞാൻ. എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് സ്വയം ശിക്ഷ വിധിച്ചുകൊണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെന്ന്. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് എന്നെ രൂപം കൊണ്ടത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് എൻ്റെ അച്ഛനോടുള്ള പകയും പ്രതികാരവും മാത്രം, അല്ലാതൊരിക്കലും സ്നേഹം കൊണ്ട് രൂപം കൊണ്ടതല്ല. നിങ്ങൾ എന്നിലോ എൻ്റെ കുഞ്ഞുങ്ങളിൽ ആധിപത്യ അവകാശമോ കാണിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ സന്ദർഭങ്ങളിലെല്ലാം എന്നിൽ വന്ന് നിറയുന്നത് വല്ലാത്ത വേദനയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം എന്നിലേക്ക് കടന്നു വരുന്നത് അപ്പോഴാണ്. ഓരോ നിമിഷവും നിങ്ങൾ കാരണം നേറിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നിട്ടും ഞാൻ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അത് പറയുന്നതിനോടൊപ്പം ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. പക്ഷേ തൻ്റെ കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് അവൾ സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ കാരണം എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരുപാട് വേദനയും ഒറ്റപ്പെടലും. അതൊന്നും എനിക്ക് മറക്കാനും കഴിയില്ല. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നതും പരിഗണിക്കുന്നതുമൊന്നും എനിക്ക് സഹിക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞതും ആമിയുടെ വലത്തെ കൈയിൽ അവൻ്റെ കൈ ശക്തിയിൽ പതിഞ്ഞിരുന്നു. ആ കൈ അവളുടെ കൈത്തണ്ടയിൽ മുറുങ്ങുന്നതിനനുസരിച്ച് അവൾക്ക് വല്ലാത്ത വേദന തോന്നി. വേദനയിൽ ചുളിഞ്ഞ മുഖത്തോടെ ആമി തല ഉയർത്തി നോക്കിയതും കാണുന്നത് ചുവന്നു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന യാദവിനെയാണ്. അതിൽ നിന്ന് തന്നെ തൻ്റെ വാക്കുകൾ അവനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു എന്ന് തോന്നി അവൾക്ക്. എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നതും പരിഗണിക്കുന്നതും ഒന്നും എനിക്ക് സഹിക്കുന്നില്ല. ആ നിമിഷം യാദവിൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് മുഴുവൻ ആമി കുറച്ചു മുൻപ് പറഞ്ഞ വാക്കുകളായിരുന്നു. ആ വാക്കുകൾ അതുവരെ മൗനമായി നിന്ന യാദവിൻ്റെ ദേഷ്യം കൂട്ടാൻ കാരണമായി. പെട്ടെന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു ഞെരിക്കുമ്പോൾ അവൾക്ക് പകരം അത് പറഞ്ഞത് മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ അയാളുടെ നാവിപ്പോൾ താൻ അടർത്തി മാറ്റിയിട്ടുണ്ടാകുമെന്ന് യാദവ് മനസ്സിൽ കരുതിയിരുന്നു. എന്നാൽ ആമിയെ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവൾ വേദനിച്ചാൽ വേദനിക്കുന്നത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ട് മാത്രമാണ് അവന് ശാന്തമാകുന്നത്. എന്നാൽ അവൾ പറഞ്ഞത് അവനൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. പോരാത്തതിന് ഇതേ അവസ്ഥയാണ് മുൻപോട്ടും തുടരുന്നത് എങ്കിൽ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ അവൾ പരമാവധി കുഞ്ഞിനെ തന്നിൽ നിന്നും അകറ്റുമെന്നും അവനുറപ്പായിരുന്നു. ഓരോന്നോർക്കെ അവൻ്റെ ദേഷ്യം കൂടി. അതിനനുസരിച്ച് അവളുടെ കൈത്തണ്ടയിൽ അവൻ്റെ പിടിമുറുകിക്കൊണ്ടിരുന്നു. എന്തോ നീ പറഞ്ഞത്? എൻ്റെ കുഞ്ഞുങ്ങളെ നീ എന്നിൽ നിന്നും അകറ്റുമെന്നോ? അവളുടെ കൈത്തണ്ടയിൽ അവൻ്റെ പിടിമുറുകുന്നതിനനുസരിച്ച് അവൻ്റെ ശബ്ദത്തിൽ ഗൗരവം ഉയർന്നു വന്നു. അതെ, അകറ്റും. നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ടവൻ്റെ നിഴലിൻ്റെ കുഞ്ഞുങ്ങളിൽ പതിയാൻ പോലും ഞാൻ അനുവദിക്കില്ല. എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് നിങ്ങളോട്, അത്രയ്ക്ക് വെറുപ്പുണ്ട്. ആ സമയത്ത് ആമിയുടെ മനസ്സ് നിറയെ അവനോടുള്ള ദേഷ്യമായിരുന്നു. അവന് മുൻപിൽ തോൽക്കാൻ മനസ്സില്ലാതെ അവൾ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. നിർത്തടി! പെട്ടെന്ന് യാദവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നതും ആമിയൊന്ന് ഞെട്ടി. എന്നാൽ അപ്പോഴും അവന് ദേഷ്യം കൊണ്ട് വിറയ്ക്കുമായിരുന്നു. അവളെ നോക്കി ദേഷ്യത്തോടെ യാദവ് സംസാരിച്ചു തുടങ്ങി. നീ എന്താ പറഞ്ഞത്? എൻ്റെ കുഞ്ഞുങ്ങളെ എന്നിൽ നിന്നും അകറ്റുമെന്നോ? എൻ്റെ കുഞ്ഞുങ്ങളുടെ നേരെ എൻ്റെ നിഴൽ പതിയാൻ പോലും നീ എന്നെ അനുവദിക്കില്ല എന്നല്ലേ? എന്നാൽ നീ ചെവി തുറന്ന് കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് വരെ ഞാനും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അവർ ജനിച്ചു കഴിഞ്ഞാൽ ഓരോ നിമിഷവും ഒരു നിഴൽ പോലെ ഞാനും അവരുടെ കൂടെ ഉണ്ടാവും. അവൻ്റെ ഗൗരവം നിറഞ്ഞ വാക്കുകളുടെ ഉറപ്പ് അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അവൻ്റെ കണ്ണുകളിൽ അലയടിക്കുന്ന ഒരു അച്ഛൻ്റെ വികാരം അവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു. പക്ഷേ അവളിലെ സ്ത്രീക്ക് അവനോട് ദേഷ്യവും വെറുപ്പും നിറഞ്ഞു നിന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ നല്ല വശങ്ങളൊന്നും കാണാൻ അവൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അവനെ മനസ്സിലാക്കാനും അവൾ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. എന്നാൽ അപ്പോഴും യദുവിൻ്റെ മനസ്സ് നിറയെ അവൾ പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു. ഇന്ന് ഈ ലോകത്ത് അവൻ ഏറ്റവും വില കൽപ്പിക്കുന്നത് തൻ്റെ കുഞ്ഞുങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ യാദവ് അവളെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ സംസാരിച്ചു തുടങ്ങി. ഇതിനു മുൻപ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ നിന്റെ മാത്രം കുഞ്ഞുങ്ങളല്ല, എൻ്റെ കൂടെ കുഞ്ഞുങ്ങളാണെന്ന്. ഒരച്ഛൻ എന്ന എൻ്റെ അവകാശത്തെ, അധികാരത്തെ നിഷേധിക്കാൻ നിനക്കെന്നല്ല ഈ ഭൂമിയിൽ ആർക്കും അധികാരമില്ല.
അതിന് ഞാൻ ആരെയും അനുവദിച്ചു തരികയുമില്ല. അത് പറയുമ്പോൾ ഗൗരവത്തോടെയുള്ള അവൻ്റെ ശബ്ദത്തിൽ അവളോടുള്ള ദേഷ്യം കലർന്നിരുന്നു. എന്നാൽ അവൻ്റെ ആ വാക്കുകൾക്ക് മുൻപിൽ യാദവൊന്ന് പതറി. എന്നാൽ അവളിലെ ഭാവമാറ്റം ശ്രദ്ധിച്ചിരുന്ന യാദവിൻ്റെ മുഖത്ത് ഓരോ പുച്ഛച്ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവളെ നോക്കി അവൻ സംസാരിച്ചു തുടങ്ങി. നീ കൊട്ടി ആഘോഷിച്ചല്ലോ, നിനക്കെന്നോട് പകയാണ്, വെറുപ്പാണെന്നെല്ലാം. അങ്ങനെയുള്ള നീ എന്തിനാ നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും അവരെ വളർത്താനും ആഗ്രഹിക്കുന്നത്? അത് നീ അവരുടെ അമ്മയായതുകൊണ്ടല്ലേ? അതുപോലെ ഞാനും അവരുടെ അച്ഛനാണ്. ഏതൊരു മനുഷ്യനെ പോലെയും എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും ലാളിക്കാനും അവർക്ക് വാത്സല്യം പകർന്നു കൊടുക്കാനും എനിക്കും അവകാശവും ആഗ്രഹവുമുണ്ട്. അത് നിഷേധിക്കാൻ നിനക്കൊരിക്കലും കഴിയില്ല. കാരണം ഞാനും അവരുടെ അച്ഛനാണ്. അവർ എൻ്റെ രക്തത്തിൽ ജനിച്ച എൻ്റെ കുഞ്ഞുങ്ങളും. അത് നിഷേധിക്കാൻ നിനക്ക് കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പാമി. കാരണം അതെങ്ങാനും നിഷേധിച്ച ആ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആരാണെന്ന് നീ പറഞ്ഞാൽ മാത്രം പോരാ, തെളിവ് സഹിതം എനിക്ക് തെളിയിച്ചു തരികയും വേണം. അവളെ നോക്കി ഉറച്ച ശബ്ദത്തിൽ അത് പറയുമ്പോൾ ഒരു വിജയീഭാവമായിരുന്നു അവനിൽ. പതറി. യാദവിൻ്റെ ആ വാക്കുകളിൽ ആമി പതറി. ഉത്തരമില്ലാതെ വിളറി വെളുത്ത മുഖത്തോടെ ആമി നിന്നു. അപ്പോഴും അവന് മറുപടി കൊടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ തോറ്റുകൊടുക്കാൻ ആമിയും തയ്യാറായിരുന്നില്ല. നിമിഷ നേരം കൊണ്ട് അവനോടുള്ള അവളുടെ ദേഷ്യം നുരഞ്ഞു പൊന്തി. വീണ്ടും വീണ്ടും അവന് മുൻപിൽ തോറ്റുപോകുന്നു എന്ന തിരിച്ചറിവിൽ അവൾ അന്ധയായി. അവനോടുള്ള സകല ദേഷ്യവും വെറുപ്പ് മനസ്സിൽ നിറച്ചുകൊണ്ട് ആമി അവന് നേരെ കയർത്തു. അതിൽ നിങ്ങൾക്കാരെങ്കിലും സ്നേഹിക്കാൻ അറിയുമോ? മനസ്സിലാക്കാൻ കഴിയുമോ? നിങ്ങളുടെ കയ്യിൽ എത്ര പേരുടെ രക്തക്കറ പറ്റിയിട്ടുണ്ട്? എത്ര കുടുംബങ്ങളെ നിങ്ങൾ അനാഥമാക്കിയിട്ടുണ്ട്? അങ്ങനെയുള്ള നിങ്ങളെ വിശ്വസിച്ചെങ്ങനെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കും? നിങ്ങളുടെ മനസ്സ് വെറും കല്ലാണ്. അതിൽ പ്രതികാരവും പകയുമല്ലാതെ സ്നേഹം, കരുണ, മനുഷ്യത്വം ഇതിലേതെങ്കിലും ഒന്ന് എങ്കിലുമുണ്ടോ? സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥൻ. അതിനുവേണ്ടി ആരെ കൊല്ലാനും നിങ്ങൾ മടിക്കില്ല. നിങ്ങൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ നാളെ അവരും നിങ്ങളെപ്പോലെ മനുഷ്യപ്പറ്റില്ലാത്ത മൃഗങ്ങളായി മാറും. യാദവിനെ നോക്കി ദേഷ്യത്തിൽ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുമ്പോൾ അവളുടെ മനസ്സ് നിറയെ അവനെ ജയിക്കണമെന്നുള്ള വാശിയായിരുന്നു. അതിലുപരി താൻ പറയുന്ന വാക്കുകളുടെ അർത്ഥമോ അതിലെ തെറ്റോ ശരിയോ ഒന്നും അവളെ ബാധിച്ചില്ല. അതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം. എന്നാൽ അവളുടെ ഓരോ വാക്കുകളും ചെന്ന് പതിച്ചത് യാദവിൻ്റെ ഹൃദയത്തിലേക്കായിരുന്നു. അവൻ്റെ ഹൃദയത്തെ ആ വാക്കുകൾ കുത്തിക്കീറി മുറിവേൽപ്പിച്ച് അതിൽ നിന്നും രക്തം വരുന്നത് പോലെ തോന്നി അവന്. ആ വാക്കുകളിൽ തന്നെ അവന് കുടുങ്ങിക്കിടന്നു. ശരിയാണ്, പകയാണ് മനസ്സ് നിറയെ. അതിലുപരി മറ്റുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കാനോ മറ്റുള്ളവരുടെ സ്നേഹം വാത്സല്യവും ആസ്വദിക്കാനോ തനിക്ക് താല്പര്യമില്ല. അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ പേടിയാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും. പക്ഷേ ഇപ്പോൾ പ്രതീക്ഷിക്കാതെ തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ രക്തം, തൻ്റെ കുഞ്ഞുങ്ങളുടെ കടന്നുവരവ്, വർഷങ്ങൾക്ക് ശേഷം തന്നിൽ വീണ്ടും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആഗ്രഹം വന്ന് നിറയുന്നു. ആമി പറഞ്ഞ വാക്കുകൾ വീണ്ടും മനസ്സിലേക്ക് വന്നതും അവൻ്റെ ഉള്ളിലെ വേദനയുടെ ആഴം കൂടുന്നത് പോലെ തോന്നി അവന്. പക്ഷേ തോറ്റുകൊടുക്കാൻ യാദവൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ നോക്കി അവൻ സംസാരിച്ചു തുടങ്ങി. നീ പറഞ്ഞത് ശരിയാ, എൻ്റെ കയ്യിൽ ഒരുപാട് പേരുടെ രക്തക്കറ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിലൊരു നിരപരാധി പോലുമില്ല. എൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടവരെല്ലാം ആ മരണം അർഹിക്കുന്നവർ തന്നെയാണ്. പിന്നെ നീ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, എനിക്കാരെയും സ്നേഹിക്കാനും ആരെയും മനസ്സിലാക്കാനും കഴിയില്ലെന്ന്. എൻ്റെ ഹൃദയം കരിങ്കല്ലാണെന്ന്. അതെ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. എനിക്കാരെയും സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ ഭയമാണ്. ആരെങ്കിലും എന്നോട് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നിൻ്റെ അച്ഛൻ ചതിച്ചു കൊന്ന എൻ്റെ അച്ഛനെയും അമ്മയെയുമാണ്. എൻ്റെ അടുത്തേക്ക് സ്നേഹം നടിച്ചു വരുന്ന ആളുകളെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കുട്ടിക്കാലത്ത് എനിക്ക് ഒരുപാട് ചോക്ലേറ്റ് വാങ്ങി തന്ന് എൻ്റെ മുൻപിൽ നല്ലവനായി തകർത്തഭിനയിച്ച് അവസാനം എൻ്റെ അച്ഛനെ ചതിച്ചു കൊന്ന അയാളുടെ മുഖമാണ്. 2 വർഷം ഞാൻ കിടന്ന ഇരുമ്പിൻ്റെ ഭ്രാന്താശുപത്രിയുടെ സെല്ലാണ്. എൻ്റെ വീട്ടിലുള്ളവർ ഉൾപ്പെടെ എൻ്റെ മുൻപിൽ എന്നെ സ്നേഹത്തോടെ നോക്കുന്ന ഓരോരുത്തരെയും, സ്നേഹത്തോടെ ഞാൻ കാണുന്ന ഓരോരുത്തർക്കും നിൻ്റെ അച്ഛൻ്റെ ചതിയുടെ മുഖമാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മൃദുശരീരവും എൻ്റെ അച്ഛനെ മറ്റുള്ളവർ പറഞ്ഞ ശാപവാക്കുകളുമാണ്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എങ്ങനെയാടി ഞാൻ മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നത്, അവരുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നത്? നിൻ്റെ അച്ഛൻ തകർത്തത് എൻ്റെ അച്ഛനെയും അമ്മയെയും മാത്രമല്ല, എൻ്റെ കുട്ടിക്കാലവും ബാല്യവും കൗമാരവും പിന്നെ എൻ്റെ മനസ്സും കൂടെയാണ്. അവളുടെ കൈത്തണ്ട പിടിച്ചു മുറുക്കി തന്നോട് ചേർത്ത് അവളുടെ കണ്ണുകളിൽ നോക്കി അത് പറയുമ്പോൾ അന്നാദ്യമായി യാദവിൻ്റെ കണ്ണിൽ ആമി കണ്ണുനീർ തിളക്കം കണ്ടു.
അവൻ്റെ ശബ്ദത്തിലെ പതർച്ച തിരിച്ചറിഞ്ഞു. ഒരു നിമിഷം യാദവ് പറഞ്ഞ ആ വാക്കിൽ ആമിക്ക് ഉത്തരം മുട്ടി. വീണ്ടും അവളുടെ അച്ഛൻ്റെ കറുത്ത ഭൂതകാലം അവളെ വേട്ടയാടാൻ തുടങ്ങി. അതുവരെ അവന് മുൻപിൽ വീറോടെ നിന്ന ആമി അവിടെ തകർന്നു വീണു എന്ന് പറയുന്നതാണ് സത്യം. എന്നാൽ അവൻ്റെ മനസ്സ് നിറയെ ആമി പറഞ്ഞ വേദനിപ്പിക്കുന്ന വാക്കുകൾ മാത്രമായിരുന്നു. അവളെ നോക്കിക്കൊണ്ട് അവൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി. നീ പറഞ്ഞല്ലോ, എന്നെ പോലെ പകയും പ്രതികാരവും കൊണ്ട് നടക്കുന്നവന് നിന്റെ കുഞ്ഞുങ്ങളെ നൽകില്ലെന്ന്. ഞാൻ അവരുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അവരെ വളർത്തു വലുതാക്കിയാൽ എന്നെ പോലെ അവരും മൃഗങ്ങളാകുമെന്ന്. അല്ലെങ്കിൽ ഞാൻ അവരെയും എന്നെ പോലെ മൃഗങ്ങളാക്കുമെന്ന്. എന്നാൽ ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, എന്നെ നീ പറഞ്ഞ മനുഷ്യ പറ്റില്ലാത്ത മൃഗമാക്കിയത് ആരാടി? അവളെ നോക്കിക്കൊണ്ട് യാദവ് അലറുമ്പോൾ അവന് കൊടുക്കാൻ അവൾക്ക് മറുപടിയില്ലായിരുന്നു. കാരണം യാദവിനെ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലാക്കിയത് തൻ്റെ അച്ഛനാണെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുവരെ കണ്ണു നിറച്ച് തല താഴ്ത്തി നിന്ന ആമി അവൻ്റെ ആ ചോദ്യത്തിൽ തല ഉയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ പതർച്ച അവന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. കലങ്ങി നിൽക്കുന്ന കണ്ണുകളിലേക്ക് നോക്കാൻ അവൾക്ക് കഴിയാത്തതുപോലെ. തൻ്റെ അച്ഛനാണ് പൂർണ്ണമായും അവൻ്റെ ഈ അവസ്ഥയ്ക്കുള്ള കാരണമെന്നറിയാവുന്നത് കൊണ്ടായിരിക്കാം ഈ സമയം യാദവിനെ നേരിടാൻ ആമിക്ക് കഴിയാത്തതുപോലെ. അവളുടെ ഉള്ളു നീറി കുറച്ചു മുൻപ് താൻ പറഞ്ഞ വാക്കുകൾക്ക് തനിക്ക് തന്നെ വിനയായതുപോലെ. എന്നാൽ അപ്പോഴും യാദവ് ഈ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ഒരു സുഹൃത്തിൻ്റെയും സഹോദരൻ്റെയും വേഷമണിഞ്ഞ് എൻ്റെ കുടുംബത്തെ ചതിച്ച് എൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്ന മനസ്സാക്ഷിയില്ലാത്ത ചതിയനും വഞ്ചകനും ആയ നിൻ്റെ അച്ഛനെ നിന്നെ വളർത്താമെങ്കിൽ അതിനു പകരം വീട്ടാൻ വന്ന എനിക്കും എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താം. നിൻ്റെ അച്ഛൻ ചെയ്ത വിശ്വാസവഞ്ചനയാണ്, അതും സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച് അഭയം കൊടുത്ത എൻ്റെ അച്ഛന്. നിൻ്റെ അച്ഛൻ കാരണം എനിക്ക് മാത്രമല്ല നഷ്ടങ്ങൾ ഉണ്ടായത്. നിൻ്റെ അച്ഛൻ്റെ കള്ളക്കേസിൽപ്പെട്ട് എൻ്റെ അച്ഛൻ ജയിലിൽ പോയപ്പോൾ എത്ര തൊഴിലാളികളുടെ കുടുംബം പട്ടിണിയായെന്ന് അറിയുമോ നിനക്ക്? എത്ര പാവപ്പെട്ടവർക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടു എന്ന് നിനക്കറിയുമോ? എത്ര കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയുമോ? അതിനെല്ലാം കാരണക്കാരൻ നിൻ്റെ അച്ഛനാണ്. അയാളുടെ സ്വാർത്ഥത, പണത്തിനോടുള്ള അത്യാർത്തി. അതുകൊണ്ടല്ലേ എൻ്റെ അച്ഛൻ ജയിലിലായാൽ ഇത്രയും ആളുകൾ ബാധിക്കപ്പെടുമെന്ന് മനസ്സിലായിട്ടും അയാൾ മനഃപൂർവ്വം എൻ്റെ അച്ഛനെ വഞ്ചിച്ചത്. എന്നിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചു. ഒരിക്കലെങ്കിലും എൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ അല്ലെങ്കിൽ മാപ്പ് പറയാൻ അയാൾക്ക് തോന്നിയോ? ദേഷ്യത്തോടെ ആമിയെ തല ഉയർത്തി നോക്കിയതും ഒരു കുറ്റവാളിയെ പോലെ തല താഴ്ത്തി നിൽക്കുന്ന ആമിയെയാണ് യാദവ് കാണുന്നത്. തെറ്റ് ചെയ്ത കുറ്റവാളിയെ പോലെ തല താഴ്ത്തി കുറ്റവാളിയെ പോലെയുള്ള അവളുടെ ആ നിൽപ്പ് കാണി അവൻ്റെ ഉള്ളിലും ഒരു നോവുണർന്നു. ഉടനെ കണ്ണുകളടച്ച് ദേഷ്യം നിയന്ത്രിച്ചു അവൻ. പിന്നെ ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചു. തിളച്ചുമറിയുന്ന അവൻ്റെ മനസ്സ് ശാന്തമായി എന്ന് തോന്നിയതും പതിയെ അവൻ അവളുടെ അടുത്തേക്ക് പോയി. അപ്പോഴും ആമി നിലത്തേക്ക് നോക്കി നിൽക്കുവാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിന് കാരണം അവളുടെ അച്ഛൻ്റെ പ്രവൃത്തികളാണ്. അത് യാദവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൻ്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ കൊണ്ടു എന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ തല താഴ്ത്തി വേദനിച്ചു നിൽക്കുന്ന ആമി ആ കാഴ്ച കാണി അവൻ്റെ ഉള്ളിൽ വല്ലാത്ത കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നി. അന്നാദ്യമായി അവൻ അവളോട് സഹതാപം തോന്നി. സത്യത്തിൽ അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? ആ വൃത്തികെട്ടവൻ്റെ മകളായി ജനിച്ചതോ? അവൻ അന്ന് ആദ്യമായി അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു. ഇന്നോളം താൻ അവൾക്ക് വേദനകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങളും മനസ്സിലേക്ക് കടന്നു വരവേ അവളുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. എന്നിട്ട് ആമിയുടെ അടുത്തേക്ക് പതിയെ പോയി അവളെ നോക്കിക്കൊണ്ട് സംസാരിച്ചു തുടങ്ങി. നിന്നോടോ നിന്റെ കുടുംബത്തിനോടോ ഞാൻ വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല ആമി. തല താഴ്ത്തി നിൽക്കുന്ന ആമിയുടെ ചെവിയിലേക്ക് യാദവിൻ്റെ ശബ്ദം വന്നു പതിച്ചതും ഒരു ഞെട്ടലോടെ അവൾ തല ഉയർത്തി നോക്കിയതും മുൻപിൽ നിൽക്കുന്ന യാദവിനെ കാണെ അവൾക്ക് വല്ലാത്ത അമ്പരപ്പ് തോന്നി. താൻ ഇന്നുവരെ കാണാത്ത യാദവിനെ പോലെ. അവൻ്റെ കണ്ണുകളിലെ ഭാവം അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലായിരുന്നു. ഇതുവരെ കണ്ണിലുള്ള ദേഷ്യത്തിനു പകരം മറ്റൊരു ഭാവം. എന്നാൽ അപ്പോഴാണ് അവൻ പറഞ്ഞ വാക്കുകൾ അവൾ ശ്രദ്ധിക്കുന്നത്. തന്നോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല. ചുരുങ്ങിയ മുഖത്തോടെ അതിലുപരി സംശയത്തോടെ അവൾ യാദവിനെ തല ഉയർത്തി നോക്കി. നിന്നോട് ഞാൻ വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിനർത്ഥം ഞാൻ നിന്നോട് ചെയ്തത് ശരിയാണ് എന്നല്ല ആമി. തെറ്റ് തന്നെയാണ്, വളരെ വലിയ തെറ്റ്. പക്ഷേ അപ്പോൾ എനിക്കത് തെറ്റായി തോന്നിയില്ല. നിന്റെ ജീവിതം തകർക്കണം, അത് കണ്ട് നിന്റെ അച്ഛൻ നരകിക്കണം, നരകിച്ച് ഹൃദയം പൊട്ടി മരിക്കണം, എൻ്റെ അച്ഛൻ മരിച്ചതുപോലെ. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് ഞാനെല്ലാം ചെയ്തത്. പക്ഷേ നിന്റെ അച്ഛൻ മരിച്ച അന്ന് തന്നെ നിന്നെ ഇനി ഉപദ്രവിക്കില്ലെന്ന് ഉറപ്പിച്ചതാണ്. എന്നാൽ ഇനി എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഒരിക്കലും ഞാനായി നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. അതൊരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല.
എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരേ ഒരു പെണ്ണ് നീ ആയതുകൊണ്ട് കൂടെയാണ്. അവൻ്റെ വാക്കുകൾ കേൾക്കി സംശയത്തോടെ ആമി തല ഉയർത്തി നോക്കിയതും അവളെ നോക്കി അവൻ സംസാരിച്ചു തുടങ്ങി. ഇന്നോളം നീയല്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണ് ഇതുവരെ കടന്നു വന്നിട്ടില്ല, ഇനി ഒരിക്കലും കടന്നു വരികയുമില്ല. കാരണം മറ്റാർക്കും നൽകാത്ത സ്ഥാനം നിനക്കെൻ്റെ ഹൃദയത്തിലുണ്ട്. നമ്മുടെ ഇടയിലേക്ക് ഈ കുഞ്ഞുങ്ങൾ കടന്നു വന്നില്ല എങ്കിലും നിന്നെ ഞാൻ കാളിയാർ മഠത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അതിനർത്ഥം നിന്നെ ഞാൻ നിന്റെ അനുവാദമില്ലാതെ ഈ ജീവിതത്തിൽ തളച്ചിടുമെന്നല്ല. നിനക്ക് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പുതിയ ഒരു ജീവിതം തിരഞ്ഞെടുക്കണമെങ്കിൽ എടുക്കാം, അതിനു ഞാൻ എതിരല്ല. എൻ്റെ കുഞ്ഞുങ്ങളെ എന്നിൽ നിന്ന് നീ അകറ്റരുത്. കാരണം എനിക്ക് മുൻപോട്ട് ജീവിക്കാനുള്ള ഏക പ്രതീക്ഷ ഈ കുഞ്ഞുങ്ങളാണ്. അവരെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല. പിന്നെ നിന്റെ അച്ഛൻ്റെ പ്രവൃത്തികൾക്ക് പകരം വീട്ടാൻ ഞാൻ വന്നതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ ആരും വരില്ല. കാരണം എന്തെന്നാൽ യാദവ് ഈ ലോകത്ത് നിന്നോട് മാത്രമേ തെറ്റ് ചെയ്തിട്ടുള്ളൂ, നിന്നോട് മാത്രം.